ഞാൻ അകന്ന് നിൽക്കാൻ തുടങ്ങിയതും മാളുവിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു ആന്റി. ഡോക്ടറെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ആവണം മാളു എന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു. ഞാൻ കാരണം അവരുടെ ബന്ധത്തിന് കുഴപ്പമൊന്നും വരണ്ടെന്ന് കരുതി ഞാൻ അവളോട് ദേഷ്യം നടിച്ചു. അതും അവളെ മാനസികമായി തളർത്തിയിരുന്നു. അലീനയും ജോബിനും നേരത്തെ അടുപ്പമുണ്ടായിരുന്ന കാര്യം മാളുവിന് അറിയായിരുന്നോ? ഇല്ല. അതും കൂടി അറിഞ്ഞ അവളാകെ തകർന്നു പോകുന്ന അറിയാവുന്നതുകൊണ്ട് ഞാനത് അവളോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ അലീന തന്നെ അവളെ അത് അറിയിച്ചു. ഇന്ന് ആ കാര്യം സംസാരിക്കാനാ അവൾ എന്നെ കാണാൻ വന്നത്. എനിക്കറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് അവളോട് ഞാനിത് പറഞ്ഞില്ല എന്ന് ചൊല്ലി അവൾ എന്നോട് പിണങ്ങി. എന്റെ അടുത്തുനിന്ന് മാള് നേരെ പോയത് അലീനെ കാണാനാ. ആ സമയത്ത് ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അതുകൂടി നേരിൽ ബോധ്യപ്പെട്ടപ്പോ മതി മതി അപ്പു, ഇനിയൊന്നും പറയണ്ട, ഒന്നും അറിയുകയും വേണ്ട. എന്റെ മകൻ അവനല്ലാതായി തീർന്നിരിക്കുന്നു. അത് മാത്രം എനിക്ക് മനസ്സിലായി. ആന്റി, സാരമില്ല, ഇപ്പൊ ഞാൻ ഓക്കെയാ. ഇപ്പൊ ഇതൊന്നും നീ ഇവിടെ ആരെയും അറിയിക്കരുത്. മാളുവിനെ നമുക്ക് ആദ്യം സേഫ് ആക്കണം, ബാക്കിയൊക്കെ പിന്നെ. ഹലോ അലീന, എന്തായി? അപ്പു പറഞ്ഞ ശരിയാ, മാണു അറ്റംപ്റ്റ് നടത്തി. പക്ഷെ പേടിക്കാനൊന്നുമില്ല, ആള് സർവൈവ് ചെയ്തു. കൃത്യസമയത്ത് നിന്റെ മമ്മിയാ അവളെ ഹോസ്പിറ്റലൈസ് ചെയ്ത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അലീന, മാളു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ ജോബൻ, നീ പേടിക്കാതിരിക്കെ. ഇപ്പൊ ഒബ്സർവേഷനിലാ. മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ നാളെ റൂമിലേക്ക് മാറ്റുമെന്ന് അറിഞ്ഞത്. ജോബൻ, എന്താ നിന്റെ പ്ലാൻ? നീ പോകുന്നുണ്ടോ ഹോസ്പിറ്റലിലേക്ക്? പോണം. ഇപ്പൊ നീ അങ്ങോട്ട് പോകണ്ടെന്ന് എന്റെ അഭിപ്രായം. ജോബൻ, ഹലോ. ഏയ് ഇല്ല ഗീത, ഇപ്പോഴാ ഡോക്ടറായിട്ട് സംസാരിച്ചത്. ഇനി പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറയുന്നത്. അപ്പു ഇവിടെ അറിയില്ല. ആ, അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇവിടെ എല്ലാവരും ഉണ്ട്. മുരളി അശ്വതിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇല്ല, ജോബിന് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പു, മാളുവിന് എന്താ പറ്റിയെന്ന് നിനക്കറിയാം. എന്തുകൊണ്ട് അവൾ ഇതിങ്ങനെ ചെയ്തതെന്ന് അതിന്റെ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറ, എന്തിനാ അവളിങ്ങനെ ചെയ്തത്? നീയും മാളും തമ്മിൽ എന്താ വിഷയം? അങ്കിൾ, ഞാനും മാളും തമ്മിൽ ഒരു വിഷയമില്ല. കള്ളം. നീ എന്നോട് കള്ളം പറയാ. നീയും മാളും തമ്മിലുള്ള എന്തോ ഇഷ്യൂവിന്റെ പുറത്താ എന്റെ മോൾ ഈ അവിവേകം കാണിച്ചത്. അതെന്തിന്റെ പേരിലാണെങ്കിലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറയപ്പൂ. സത്യമായിട്ട് എനിക്കറിയില്ല അങ്കിൾ. മാളു രാത്രി എനിക്ക് മെസ്സേജ് അയച്ചതുകൊണ്ടാ ഞാനത് കണ്ടത്. അപ്പൊ തന്നെ ആന്റി വിളിച്ചു പറഞ്ഞു. അല്ലാതെ മാളു എന്തിനത് ചെയ്തെന്ന് എനിക്കറിയില്ല. നിന്നോട് പറയാതെ മാളു പിന്നെ ഇന്ന് എവിടേക്കാ പോയത്? അത് മാളു എവിടേക്കാ പോയെന്ന് നിനക്കറിയാം. നീ പറയാത്തതാ. ഇതുവരെ ഞാൻ മര്യാദയ്ക്കാ നിന്നോട് ചോദിച്ചത്. ഇനിയും നീ എന്നെ ഒളിക്കാനാണ് ഭാവമെങ്കിൽ എനിക്ക് എന്റേതായ വഴി നോക്കേണ്ടി വരും. എനിക്കറിയണം അപ്പുവിനും മാളുവിനിടയിൽ എന്താ സംഭവിച്ചതെന്ന്. പറയുന്നുണ്ടോ? പറയാൻ. മുരളി, അപ്പുനെ വിട്. കാര്യം എന്താണെന്നും എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്നും എനിക്ക് അറിയണ്ടേ ടീച്ചറെ. അല്ലാതെല്ലാം നിങ്ങൾ മാത്രം അറിഞ്ഞു വെച്ചാ പോരല്ലോ.
മുരളിക്ക് എന്താ അറിയേണ്ടത്? മാളു എന്തുകൊണ്ടാ ഇത് ചെയ്തതെന്നോ? എങ്കിൽ അപ്പുനെ വിട്ടേക്ക്. അപ്പു ഇതിൽ നിരപരാധിയാ. മാളു ഇങ്ങനെ ചെയ്തതിൽ അപ്പുനൊരു പങ്കുമില്ല. എല്ലാം എന്റെ മോൻ കാരണമാ. എന്റെ മകൻ മാത്രമാണ് അതിന് ഉത്തരവാദി. അവൻ ചതിച്ചത് മാളുവിനെ മാത്രമല്ല, അവനെ പ്രസവിച്ച ഈ അമ്മയും കൂടിയാ. അതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു. ബാക്കിയൊക്കെ മാളു ഒന്ന് സുഖം പ്രാപിച്ചോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ ഇതിന്റെ പേരിൽ ആരും അപ്പുനെ ചോദ്യം ചെയ്യുകയോ ഹരാസ് ചെയ്യുകയോ വേണ്ട. മനസ്സിലായല്ലോ? മുരളിയേട്ടാ, ദേ ജോബിൻ. എന്താ ഡോക്ടറെ, ഇപ്പോഴാണോ അറിഞ്ഞത്? ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടുണ്ട് എന്റെ മോള്. അതറിയാനായിരിക്കുമല്ലോ ഡോക്ടർ ഇപ്പോഴും ഇങ്ങോട്ട് എഴുന്നള്ളിയത്. എന്റെ മോളുടെ കണ്ണ് ഒരിക്കലും നനയാൻ ഇടയാവില്ലെന്ന് വാക്ക് തന്നിട്ടില്ലേ ജോബിൻ ഞങ്ങൾ അവളെ നിനക്ക് തന്നത്? എന്നിട്ട് ഇപ്പൊ അവള് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇത്രയൊക്കെ ദ്രോഹം ഞങ്ങളോട് വേണമായിരുന്നോ? എന്താ തനിക്കൊന്നും പറയാനില്ലേ? മുരളി ഒന്നടങ്ങ്. ഇതൊരു ഹോസ്പിറ്റലല്ലേ. കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി പിന്നെ സംസാരിക്കാം. ആദ്യം നമുക്ക് മാളുവിന്റെ കാര്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് മതി ഈ വിഷയത്തെക്കുറിച്ചുള്ള സംസാരവും ചർച്ചയൊക്കെ. എന്റെ മോളെ ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോ മതിയായല്ലോ നിനക്ക്? അവളെ ഒന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ, പിന്നെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. മുരളിയേട്ടാ, വാ ഇവിടെ. വിജയ് പറഞ്ഞതുപോലെ ഇപ്പൊ മാളുവിന്റെ കാര്യമാണ് നമുക്കെല്ലാവർക്കും മുഖ്യം. അവളൊന്ന് സേഫായി വീട്ടിലെത്തിക്കോട്ടെ. അതുവരെ നിങ്ങൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്ക്. എന്റെ കൂടെ ഒന്ന് വരണം. വരാനല്ലേ പറഞ്ഞത്? എല്ലാവരും ചുറ്റിനും നിന്ന് കുറ്റപ്പെടുത്തിയപ്പോ വല്ലാത്ത വിഷമം തോന്നി നിനക്ക്, അല്ലേ? സാരമില്ല, അവരവരുടെ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ. അത് കാര്യമാക്കണ്ട. അവർക്കറിയില്ലല്ലോ സ്വന്തം മോനാൽ ചതിക്കപ്പെട്ട് അപമാനിതയായി നിൽക്കേണ്ടി വരുന്ന ഒരമ്മയുടെ വേദന എന്താണെന്ന്. വിളിക്കരുത് നീ എന്നെ അങ്ങനെ. അതിനുള്ള യോഗ്യത നിനക്കില്ലെന്ന് നീ തെളിയിച്ചു. നല്ല അപ്പന് പിറന്നതുകൊണ്ട് മാത്രമായില്ല, ആ ഗുണം കൂടി കിട്ടാൻ ദൈവം തമ്പുരാൻ കനിഞ്ഞ് അനുഗ്രഹിക്കണം. നിനക്കതിനുള്ള യോഗ്യതയില്ല. വൈകിയാണെങ്കിലും അതെനിക്കിപ്പോഴാ മനസ്സിലായത്. നിന്നെ ഞാൻ കുറ്റം പറയില്ല, തെറ്റെന്റേതാ. സത്യസന്ധനും നീതിമാനുമായ ഒരാളുടെ ചോരയിൽ പിറന്നതായതുകൊണ്ട് എന്റെ മോനും അവന്റെ അപ്പനെ പോലെ തന്നെ ആകുമെന്ന് ഞാൻ കരുതി. ആ പ്രതീക്ഷയിൽ വളർത്തി വലുതാക്കി, കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, നല്ലൊരു നിലയിലാക്കി. നിന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിന്നു. ഒടുവിൽ നിനക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്നെ ഞാൻ എന്റെ മരുമകളായി സ്വീകരിച്ചു. നമ്മുടെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആദർശങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ മരണം വരെ ഒരുപോലെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, വിശ്വസിച്ചു. പക്ഷെ എനിക്ക് വല്ലാതെ തെറ്റിപ്പോയി. അങ്ങനെയൊക്കെയാണെന്ന്
നീ എന്റെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് ഇത്രയും നാൾ വേണ്ടി വന്നു. ഒടുവിൽ ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ് യാതൊരു മനസാക്ഷി കുത്തും ഇല്ലാതെ പെറ്റമ്മയെ പോലും വഞ്ചിക്കാൻ മനസ്സുള്ളവനാണെന്ന് പൂർണ്ണമായും എനിക്ക് ബോധ്യപ്പെട്ടു. എന്നോട് ക്ഷമിക്കും മമ്മി. പെറ്റമ്മയെ പോലും വിഡ്ഢിവേഷം കെട്ടിച്ചവനോട് ദൈവം പോലും പൊറുക്കില്ല ജോബിൻ. ദൈവത്തെക്കാൾ മഹത്വമില്ലാത്തതുകൊണ്ട് എനിക്കതിന് കഴിയില്ല. താനൊരു പെരുങ്കള്ളനാണെന്ന് സ്വയം തെളിയിച്ചവനാണ് നീ. അങ്ങനെ ഒരു മകൻ എനിക്ക് ആവശ്യമില്ല. മമ്മി, അതുകൊണ്ട് ആ അവകാശവും പറഞ്ഞ് മേലിൽ എന്റെ മുന്നിൽ വരരുത്. എനിക്ക് നിന്നെ കാണുകയേ വേണ്ട. ഭർത്താവിന് തന്നെ ആവശ്യമില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് നിന്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതുകൊണ്ട് അവൾക്ക് നിന്റെ കാവൽ വേണ്ട. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട. പൊയ്ക്കോ, പോയേ പറ്റൂ. ഒരു കാര്യം കൂടി, എന്റെ മരുമകളെയും കൂട്ടി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ നീയോ നിന്റേതെന്ന് അവകാശപ്പെടുന്നതൊന്നും ആ വീട്ടിലുണ്ടാവാൻ പാടില്ല. കേട്ടല്ലോ? അവിടുന്ന് മാറാൻ നീയായിട്ട് മനസ്സ് കാണിച്ചില്ലെങ്കിൽ ഞാൻ മാളുവിനെയും കൊണ്ട് മറ്റെവിടേക്കെങ്കിലും മാറിയിരിക്കും. ഇനി എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ ഒരു മാറ്റവും ഇല്ല. എല്ലാം മമ്മിയോട് വിസ്തരിച്ച് തന്നെ പറഞ്ഞു കൊടുത്തു അല്ലേ? നന്നായി, നന്ദിയുണ്ട്. എന്തായാലും ഉദ്ദേശം എന്നെ നേടിയെടുത്തല്ലോ താൻ. ഗുഡ്. ആദ്യം എന്റെ ഭാര്യ എന്നിൽ നിന്ന് അകറ്റി, പിന്നെ ഇപ്പൊ എന്റെ മമ്മിയും. സന്തോഷമായില്ലേ? ഹാപ്പി ആയില്ലേ? താൻ എടുത്തോളെ. എന്നിട്ട് രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ അങ്ങ് ജീവിക്കാം. എന്നതാടാ ഇതൊക്കെ? എന്നതാ ഉണ്ടായേ? രാവിലെ എഴുന്നേറ്റപ്പോ ഇവിടെ ആരെയും കണ്ടില്ല. ഡെയ്സിയും മാളും ഒക്കെ എവിടെയാ? അവര് ഹോസ്പിറ്റലുണ്ട്. അത് ഞാൻ ഡെയ്സിയെ വിളിച്ചപ്പോ അറിഞ്ഞു. എന്നതാ മാളുവിന് പറ്റിയേ? അവക്ക് സുഖമില്ലാന്ന് ഡെയ്സമ്മ പറഞ്ഞു. എന്നാ പറ്റി കൊച്ചിന്? എനിക്കറിയില്ല. ആ, നിനക്കറിയില്ലായോ? അതെന്നാ വർത്തമാനോടാ നീ പറയുന്നേ? അമ്മ ചെന്ന് പോകുന്നുണ്ടോ? നീ പെട്ടി ഡ്രസ്സൊക്കെ എടുത്ത് എങ്ങോട്ടാ? ഞാനേ ഇവിടുന്ന് പോവാ. പോകുന്നോ? എങ്ങോട്ട് പോകുന്നു? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. എന്നേക്കാടോ ജോക്കൂട്ടാ നീ പറയുന്നേ? എന്നാ കാര്യം എന്ന് വെച്ചാൽ നീ അങ്ങ് തെളിച്ചു പറ. കാര്യം എന്താ ഏതാന്നൊക്കെ അമ്മച്ചി മമ്മിയോട് ചോദിച്ചാൽ മതി. ഞാനിനി ആരുടെയും കൺവെട്ടത്ത് വരുന്നില്ല എന്ന് പറഞ്ഞേക്ക്. മമ്മിയും മരുമോളും കൂടെ സുഖമായിട്ട് ജീവിക്കട്ടെ. ഇങ്ങനെ വാലും ചേലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞാ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നേ? എടാ ജോക്കുട്ടാ, പറയുന്ന കേക്ക്. നീ ഇപ്പൊ പോണ്ട. ഞാൻ ഡെയ്സിയെ ഒന്ന് വിളിക്കട്ടെ. അമ്മച്ചി വിളിക്കോ വിളിക്കാതിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ. പക്ഷേ അതൊക്കെ ഞാൻ ഇവിടുന്ന് പോയിട്ട് മതി. നീ ഒന്ന് സമാധാനപ്പെടുത്തി ജോക്കുട്ടാ. കാര്യം എന്നാന്ന് വെച്ചാ നീ എന്നോട് പറ. മാളു ഇന്നലെ അമ്മച്ചിയുടെ ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. കർത്താവേ, എന്നതാ ഞാൻ ഈ കേൾക്കുന്നേ? ആ കൊച്ചിന് എന്നാത്തിന്റെ കേടാ? എന്നിട്ട് അവക്ക് എങ്ങനെയുണ്ട്? എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാ അമ്മച്ചി എന്നെ വിളിച്ചു ചോദിച്ചാൽ മതി. നീ പോവല്ലേ? നിന്റെ അമ്മച്ചി വിളിക്കുമ്പോ ഞാൻ എന്നാ പറയാനാ? എനിക്ക് ഒന്നും അറിയില്ല. എന്നെ ഇങ്ങോട്ട് ആരും വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും വേണ്ട. എന്റെ കർത്താവേ, എന്നാ വർത്തമാനമാണോ നീ പറയുന്നേ? എടാ ജോക്കുട്ടാ, പോവാൻ വരട്ടെ. നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ടാന്നേ. ഇനി എന്റെ കാര്യത്തില് ആരും ഒരു തീരുമാനത്തിന് നിൽക്കണ്ട. ഞാൻ ഇനി ഇങ്ങോട്ടില്ലെന്ന് മമ്മി വരുമ്പോ ഒന്ന് പറഞ്ഞേക്ക്. മോനെ, എന്റെ കർത്താവേ, ഈ കൊച്ചിന് എന്നാ പറ്റിയെന്നാ? ഇവക്ക് കഴിക്കാൻ എന്റെ ഗുളികയെ കിട്ടിയുള്ളൂ. ഡെയ്സമ്മ ഒന്നുകൂടെ വിളിച്ചു നോക്കിയാല്.
എന്തായി? ജോബിനെ ഫോണിൽ കിട്ടിയോ? ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നേ. ഞാൻ ട്രൈ ചെയ്തോണ്ടേയിരിക്കാം. ആ കുട്ടി ക്രിട്ടിക്കൽ സ്റ്റേജ് ഓവർകം ചെയ്തല്ലോ അല്ലേ? ആ, അങ്ങനെയാ ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞ്. മിക്കവാറും ഇന്ന് എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. താങ്ക് ഗോഡ്. അത്രയും സമാധാനമായല്ലോ. ഷേ, എന്നാലും ജോബിന് ഇത് എന്ത് പണിയാ കാണിച്ചേ? എവിടെയാണെന്ന് പോലും ഒന്ന് പറയാതെ. ഇനി അതൊക്കെ അറിയണമെന്ന് നിർബന്ധമാണോ അലീനെ? അയാൾ എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ. എല്ലാം ഒന്ന് കലങ്ങി തെളിയുമ്പോ അയാൾ വീട്ടിലേക്ക് മടങ്ങി എത്തിക്കൊള്ളുന്നേ. താൻ എന്തിനാ ഇനി ഇതൊക്കെ തലയിലേറ്റിക്കൊണ്ട് നടക്കാൻ പോകുന്നേ? നോക്കലീന, തമാശയ്ക്ക് തുടങ്ങിയത് താൻ ഈ കളി. ഓരോ സ്റ്റേജ് പിന്നിടുമ്പോഴും ഒരു സുഹൃത്ത് എന്ന നിലയിൽ, ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ തന്നെ വോൺ ചെയ്തതാ. താനായിട്ട് തുടങ്ങി വെച്ച ഈ തമാശക്കളി ഇപ്പൊ എത്ര പേരുടെ ലൈഫിനെയാണ് സീരിയസ് ആയിട്ട് ബാധിച്ചതെന്ന് നോക്ക്. അലീന വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാമായിരുന്നു. ഞാൻ എന്ത് ചെയ്തുന്നാ? കൂടെ പഠിച്ച ഒരാളോട് ക്രഷ് ഉണ്ടാവുകയും അയാളെ വർഷങ്ങൾക്ക് ശേഷം പ്രൊഫഷണൽ ഫീൽഡിൽ വീണ്ടും കാണുകയും ചെയ്തപ്പോ പഴയ സൗഹൃദം വീണ്ടെടുത്തു. അയാളോട് കുറച്ച് ഫ്രണ്ട്ലി ആയി പെരുമാറി. അതൊന്നും അയാളുടെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ഞാനാണ് ഉത്തരവാദി. അതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞു നിൽക്കാനുള്ള ലെയിം എക്സ്ക്യൂസ് മാത്രമാണ്. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയാൽ മതി. അപ്പൊ അലീന ചെയ്തത് എന്താണെന്ന് സ്വയം ബോധ്യാകും. വക്കീലെ പ്ലീസ്, എനിക്കൊരാളോട് ഇഷ്ടം തോന്നിയാ ഞാൻ ആ ഇഷ്ടം തുറന്നു പ്രകടിപ്പിക്കും. അത് സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കോ ചെയ്യുന്നത് അത് അയാളുടെ ഇഷ്ടമാണ്. ജോബിനെ ഞാൻ ബലമായി പിടിച്ചു വലിച്ച് എന്നിലേക്ക് കൊണ്ടുവന്നല്ലോ. ഒരു ഘട്ടം എത്തിയപ്പോ ഞാൻ ഒഴിഞ്ഞു മാറിയതുമാണ്. വീണ്ടും അയാളായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അതിനർത്ഥം അയാൾ അയാളുടെ ഭാര്യയിൽ സാറ്റിസ്ഫൈഡ് അല്ലെന്നാ. അതിന് ഞാനെന്ത് പിഴച്ചു? ഓക്കെ, ഒരു വാദത്തിന് വേണ്ടി അലീന പറയുന്നതൊക്കെ ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ ഇനിയെങ്കിലും ഈ ട്രാപ്പിൽ നിന്ന് താനൊന്ന് പുറത്തു ചാടാൻ നോക്ക്. അതിന് തയ്യാറായ ഒക്കെ ശരിയാവുന്ന ഇപ്പോഴും എന്റെ വിശ്വാസം. ഒന്നുമില്ല വക്കീലെ, ഇതൊക്കെ ആ മാളവികയുടെ നമ്പർ മാത്രം. ചുമ്മാ 2 ടാബ്ലറ്റ് എടുത്ത് വിഴുങ്ങിയ മരിക്കില്ലെന്നൊക്കെ അവൾക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ചെയ്ത് എന്നെ പ്രതിയാക്കാനാ അവൾ ഈ ബുദ്ധി പ്രയോഗിച്ചത്. പക്ഷെ അവളുടെ ബുദ്ധിയല്ല എന്റേതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റൽ എപ്പിസോഡൊന്ന് കഴിഞ്ഞോട്ടെ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അശ്വതി, ആ ഫ്ലാസ്ക് ഇഞ്ഞെടുത്തേ. ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. ഉണരുമ്പോ ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കാന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? ജ്യൂസ് എന്തെങ്കിലും മതി മുരളി. ഇതോടെ വെച്ചേക്ക്. വിജയ് പോയോ അപ്പു? VP ഇപ്പൊ വീട്ടിലോട്ട് ഇറങ്ങി. ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞു. സാവധാനം വന്നാ മതി എന്ന് പറ. ഇവിടെ ഇപ്പം നമ്മളൊക്കെ ഉണ്ടല്ലോ. മാളു, മോളെ, അമ്മ, ആന്റി, ആന്റി എവിടെയാ? പേടിക്കണ്ട കുട്ടി, നീ ഹോസ്പിറ്റലാ. ഞാൻ മരിച്ചില്ലേ? മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. എന്നാലും നീ ഞങ്ങളെല്ലാരെയും ശരിക്കും വിഷമിപ്പിച്ചു മോളെ. അപ്പോ ഒന്നുമില്ല, നിനക്കൊന്നുമില്ല.